വാസ്തു വസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. വസ്തു എന്നാൽ വസ്തുവിനെ കണക്കിയെ 60 കോല്. ഐഫക്ഷേത്ര വിധിപ്രകാരം തന്നെ ഏഴുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. രാശിചക്രം എല്ലാം കറക്റ്റായി വരണ്ടേ. ഇന്ന് മനുഷ്യന് കേവലം 3 സെന്റ് സ്ഥലം, അവിടെ 2 നില കെട്ടിടം പറ്റി, അവിടെ താമസം. മുമ്പോ സ്ഥലം നോക്കി, ആ സ്ഥലത്തിൻ്റെ ഗുണം, മണ്ണിൻ്റെ ഗുണം, ശ്മശാന ഭൂമിയാണോ, ഹോമയാഗാദികൾ നടന്ന സ്ഥലമാണോ, സർപ്പക്കാവഴി നിലനിന്നിരുന്ന സ്ഥലമാണോ, ഇതൊക്കെ നോക്കിയിട്ടല്ലേ ഗ്രഹം വ്യക്തികളായിരുന്നു. ഇന്ന് അത്തരം കാര്യങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? കാവുകളൊക്കെ എന്നോ പൊളിച്ചു മാറ്റി, കാവുകളൊക്കെ ഇന്ന് ആവാഹിച്ചുമാറ്റിയിരിക്കുന്നു. സ്ഥലം പലരിലേക്കും വിറ്റുപോയിരിക്കുന്നു. ഇന്ന് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് അല്പം വീട് വെച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നോക്കിയല്ലാതെ ഇത്തരം വിഷയങ്ങളിലൊക്കെ തലയിടണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉള്ള സ്ഥലത്ത് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് സന്തോഷത്തോടുകൂടി കുടുംബത്ത് ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. ഇതല്ലാതെ ഇതിനൊരു പരിഹാരവും ഞാൻ കാണുന്നില്ല. പണ്ട് എല്ലാവർക്കും ഗ്രഹം ഉണ്ടായിരുന്നില്ലല്ലോ. സമൂഹത്തിൽ നിലയും വിലയും സ്ഥാനമുള്ളവർക്കല്ലേ, അല്ലാത്തവർക്കൊക്കെ ചെറ്റക്കുള്ളിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങോട്ട് വേണം മാറ്റി വെക്കായിരുന്നല്ലോ. ധനാന്യന്മാര് വീട് വെക്കുമ്പോൾ മാത്രമല്ലേ ഈ വാസ്തു ആപ്ലിക്കബിൾ ആയിരുന്നുള്ളൂ. ചെറ്റക്കുള്ളിൽ വെക്കാൻ അതൊന്നും ആപ്ലിക്കബിൾ അല്ലല്ലോ. നമ്മളിന്ന് ഏത് പാതയിലേക്കാണ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ചിന്തിച്ച് നോക്കുക. അപ്പം അതിനുള്ള പുസ്തകം കിട്ടും. ബി പ്രാക്ടിക്കൽ എന്നുള്ളതാണ് എനിക്ക് ഉത്തരം. നോക്കുക, ഒരു വീട് നമ്മൾ വെച്ചുപോയി, അതിന് പല ദോഷങ്ങൾ ഉണ്ടായേക്കാം. നോക്കേണ്ട ചില ദോഷങ്ങളുണ്ട്. വായുവിൻ്റെ സഞ്ചാരം സുഗമമായിരിക്കണം. വീട്ടിൽ സൂര്യപ്രകാശം വീട്ടിന് അകത്തളത്തിലൂടെ അല്പമെങ്കിലൊക്കെ എത്തിപ്പെടാൻ പറ്റണം. അതിയാവരുത്. താൻ കിടപ്പുമുറിയിൽ ശരിയ മുറിയിലൊന്നും അത്ര ആവാനും പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ വേണം. കൂടാതെ അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണത്തിൻ്റെ ഗന്ധം വീട്ടിലത്തെ സർവ്വസ്ഥലങ്ങളിലും വ്യാപിക്കുന്ന രീതിയിൽ ഇന്ന് കണ്ടുവരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഏത് ദിശയിൽ നിന്നാണ് കാറ്റടിക്കുന്നത്, ഏത് ദിശയിൽ നിന്നാണ് സൂര്യപ്രകാശം വരുന്നത്, ഇത്യാദി വിഷയങ്ങളെ ശ്രദ്ധിക്കുക. പക്ഷെ ഇന്നതിനുള്ള പരിഹാരം നമുക്കുണ്ട്. എക്സോസ്റ്റ് ഫാനെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്തിക്കൂടെ? സൂര്യപ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്നൂടെ? ഇതൊക്കെ ഇന്ന് പോസുകളാണല്ലോ. മനുഷ്യൻ കാലത്തിനനുസരിച്ച് മാറട്ടെ. സമ്പ്രദായങ്ങളോ ആചാരങ്ങളൊക്കെ പഴയ പോലെ മുറുകെ പിടിച്ചാൽ മതിയാവോ? കാലത്തിനനുസരിച്ച് മാറാൻ പറ്റാത്ത മനുഷ്യൻ പൂർവ്വകാലത്ത് അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് വളരെയേറെ ഒത്തിപ്പിടിച്ചിരിക്കാം. ഇതൊന്നും ജീവിതത്തിൽ ആർക്കും സന്തോഷം ഉണ്ടാക്കാൻ തരുന്നതല്ല. ധീരന്മാരാവും എന്നൊന്നും മാത്രമേ ഇന്ന് അപ്പുറം കിടക്കാതെ വഴി ശക്തരാവുക, ആത്മബലം ഉണ്ടാക്കിയിടുക, ആത്മബോധത്തെ നേടുക. ഇതാണ് ഇക്കുരണ്ടം. അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കാനുള്ള ആത്മവിശ്വാസത്തിന് മാത്രം നോക്കുക.
അതുകൊണ്ട് ആളുകൾ ഭീതിയിലാണ്. ശരി, പറയട്ടെ. വസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. വസ്തു എന്നാൽ വസ്തുവിനെ കണക്കില്ലേ 60 പോലെ. അൽഫക്ഷേത്ര വിധിപ്രകാരം തന്നെ 7 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. രാശിചക്രം എല്ലാം കറക്റ്റായി വരണ്ടേ. ഇന്ന് മനുഷ്യന് കേവലം 3 സെന്റ് സ്ഥലം, അവിടെ 2 നില കെട്ടിടം പറ്റി, അവിടെ താമസം. മുമ്പോ സ്ഥലം നോക്കി, ആ സ്ഥലത്തിൻ്റെ ഗുണം, മണ്ണിൻ്റെ ഗുണം, ശ്മശാന ഭൂമിയാണോ, ഹോമയാഗാദികൾ നടന്ന സ്ഥലമാണോ, സർപ്പക്കാവൽ നിലനിന്നിരുന്ന സ്ഥലമാണോ, ഇതൊക്കെ നോക്കിയിട്ടല്ലേ ഗ്രഹം വ്യക്തികളായിരുന്നു. ഇന്ന് അത്തരം കാര്യങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? കാവുകളൊക്കെ എന്നോ പൊളിച്ചു മാറ്റി. കാവുകളൊക്കെ ഇന്ന് അവാച്യമായിട്ടിരിക്കുന്നു. സ്ഥലം പലരിലേക്കും വിറ്റുപോയിരിക്കുന്നു. ഇന്ന് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് അല്പം വീട് വെച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നോക്കിയല്ലാതെ ഇത്തരം വിഷയങ്ങളിലൊക്കെ തലയിടണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉള്ള സ്ഥലത്ത് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് സന്തോഷത്തോടുകൂടി കുടുംബത്ത് ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. ഇതല്ലാതെ ഇതിനൊരു പരിഹാരവും ഞാൻ കാണുന്നില്ല. പണ്ട് എല്ലാവർക്കും ഗ്രഹം ഉണ്ടായിരുന്നില്ലല്ലോ. സമൂഹത്തിൽ നിലയും വിലയും സ്ഥാനമുള്ളവർക്കല്ലേ, അല്ലാത്തവർക്കൊക്കെ ചെറ്റക്കുള്ളിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങോട്ട് വേണം മാറ്റി വെക്കായിരുന്നല്ലോ. ഭ്രാന്തന്മാര് വീട് വെക്കുമ്പോൾ മാത്രമല്ലേ ഈ വാസ്തു ആപ്ലിക്കബിൾ ആയിരുന്നുള്ളൂ. ചെറ്റക്കുള്ളിൽ വെക്കാനൊന്നും ആപ്ലിക്കബിൾ അല്ലല്ലോ. നമ്മളിന്ന് ഏത് പാതയിലേക്കാണ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ചിന്തിച്ച് നോക്കുക. അപ്പം അതിനുള്ള പുസ്തകം കിട്ടും. ഈ വാസ്തുദോഷം കൊണ്ട് പല നൃത്തരായ ആളുകളും അത് വീട് പൊളിച്ച് മാറ്റുക, അല്ലെങ്കിൽ വാസം മാറ്റി വയ്ക്കുക, ടോയ്ലറ്റ് മാറ്റി വയ്ക്കുക, ഇങ്ങനെയൊക്കെയാണ് ഓരോ നടന്നിരിക്കും. അത് അതുകൊണ്ട് വളരെയധികം പ്രവ്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഗുരുജി മഹാരാജ് ഈ ഒരു വിഷയത്തിൽ ഉള്ള സന്ദേശം ഇതാണ്. ബി പ്രാക്ടിക്കൽ എന്നുള്ളതാണ് എനിക്ക് പറയാം. നോക്കുക, ഒരു വീട് നമ്മൾ വെച്ചുപോയി, അതിന് പല ദോഷങ്ങൾ ഉണ്ടായേക്കാം. നോക്കേണ്ട ചില ദോഷങ്ങളുണ്ട്. വായുവിൻ്റെ സഞ്ചാരം സുഗമമായിരിക്കണം. വീട്ടിൽ സൂര്യപ്രകാശം വീട്ടിന് അകത്തളത്തിൽ വരെ അല്പം ഇതിലൊക്കെ എത്തിപ്പെടാൻ പറ്റണം. അതിയാവരുത്. താൻ കിടപ്പ് മുറിയിൽ ശരിയ മുറിയിലൊന്നും അത്ര ആവാനും പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ വേണം. കൂടാതെ അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണത്തിൻ്റെ ഗന്ധം വീട്ടിലത്തെ സർവ്വസ്ഥലങ്ങളിലും വ്യാപിക്കുന്ന രീതിയിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഏത് ദിശയിൽ നിന്നാണ് കാറ്റടിക്കുന്നത്, ഏത് ദിശയിൽ നിന്നാണ് സൂര്യപ്രകാശം വരുന്നത്, ഇത്യാദി വിഷയങ്ങളെ ശ്രദ്ധിക്കുക. പക്ഷെ ഇന്നതിനുള്ള പരിഹാരം നമുക്കുണ്ട്. എക്സോസ്റ്റ് ഫാനെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്തിക്കൂടെ? സൂര്യപ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്നൂടെ? ഇതൊക്കെ ഇന്ന് പോസിബിളാണല്ലോ. മനുഷ്യൻ കാലത്തിനനുസരിച്ച് മാറട്ടെ. സമ്പ്രദായവും ആചാരങ്ങളൊക്കെ പഴയ പോലെ മുറുകെ പിടിച്ചാൽ മതിയാവുമോ? കാലത്തിനനുസരിച്ച് മാറാൻ പറ്റാത്ത മനുഷ്യൻ പൂർവ്വകാലത്ത് അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് വളരെയേറെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇതൊന്നും ജീവിതത്തിൽ ആത്മസന്തോഷം ഉണ്ടാക്കാൻ തരുന്നതല്ല. ധീരന്മാരാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് അപ്പുറം കിടക്കാതെ വഴി ശക്തരാവുക, ആത്മബലം ഉണ്ടാക്കിയെടുക്കുക, ആത്മബോധത്തെ നേടുക. ഇതാണ് ഇപ്പോഴത്തെ അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കാനുള്ള ആത്മവിശ്വാസത്തിന് ഓഫർ ഓഫ് ഗാഡ്സ്. Good. And